ഇത് 2017 മോഡല്. ഓക്കെ. LDI. ബേസ് ഡീസലാണ്, 17 മോഡൽ. എത്ര ഓടിയിട്ടുണ്ട്? 22,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ലോ കിലോമീറ്റർ ആണല്ലോ. 2019 മോഡല്. 40,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർ. 3 വർഷം പെട്രോൾ വാഹനമാണ്, സിംഗിൾ ഓണർഷിപ്പ്, ഓട്ടോമാറ്റിക് ഫുൾ ലോഡ് വാഹനം, ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓക്കെ. എന്തെങ്കിലും പണികളുണ്ടോ? ഒന്നുമില്ല, മൈലേജ് നമ്മൾ ഒരു 16-17 മൈലേജ് കിട്ടും. MT ആണ് ഗിയർ ബോക്സ് വരുന്നത്. ഓക്കെ. 69,000 ഓടിയിട്ടുണ്ട്. 17 രജിസ്ട്രേഷൻ, 5 വർഷം കൊണ്ടാണ്. പെട്രോള്, ഓട്ടോമാറ്റിക് 50,000 അതിൻ്റെ ഉള്ളിൽ കണ്ട ഇറക്കാം. നെഗോഷ്യബിൾ റേറ്റ് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ബ്രോസ്കാസ്റ്റിന്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് ചാനലിൽ കയറി കാണാവുന്നതാണ്. അതിൽ നമ്മൾ ഇന്നോവ, അതേപോലെ തന്നെ SUV സെഗ്മെന്റ് വാഹനങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടുതലും ചെറുവാഹനങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ മോഡൽ കൂടിയ വാഹനങ്ങളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ലോൺ ഫെസിലിറ്റി കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ള വാഹനങ്ങളാണ്. ഏകദേശം 50,000-60,000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് ഇട്ടാൽ ഇറക്കാൻ സാധിക്കുന്ന വാഹനങ്ങളാണ്. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്രൊഫൈൽ കൂടെ നമ്മൾ നോക്കണം. നമ്മുടെ ബാങ്കിങ് പ്രൊഫൈൽ, നമ്മുടെ ട്രാൻസാക്ഷനെല്ലാം കറക്റ്റ് ആയിരിക്കണം. അത്യാവശ്യം ട്രാൻസാക്ഷൻ വേണം. പിന്നെ നമ്മൾ മുന്നേ ഏതെങ്കിലും തരത്തിൽ ലോൺ എടുത്തിട്ട് എന്തെങ്കിലും ഒരു EMI-യോ എന്തെങ്കിലും ഫോണൊക്കെ വാങ്ങാനായിട്ട് EMI എടുത്തിട്ട് അങ്ങനത്തെ അടവ് തെറ്റ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ 50,000-60,000 രൂപയ്ക്കുള്ളിൽ ഇറക്കാൻ പറ്റിയ വാഹനങ്ങളാണ് നമ്മളിന്ന് കൂടുതലും കാണിക്കുന്നത്. ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ മമ്മിയൂർ എന്ന സ്ഥലത്താണ്. മമ്മിയൂർ കുന്നംകുളം റോഡിൽ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് രാജ പെട്രോൾ പമ്പ്, അതിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് ഈ ഒരു ഷോറൂം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ വീഡിയോ ചെയ്യുന്ന പല ഷോറൂമിലും അവിടുത്തെ ഒരു ഐക്കോണിക് കാർ ഉണ്ടാവും. അതുപോലത്തെ ഒന്നാണ് ബ്രോസിൽ സ്വിഫ്റ്റ് അല്ലേ? നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്തത് തന്നെ ഒരുപാട് സ്വിഫ്റ്റ് ചാകരയായിട്ടാണ് നമ്മൾ വന്നത്. അത് തന്നെ ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ്. ഇതൊരു KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞോളൂ. ഇത് 2019 മോഡല്, ഡീസൽ ഓട്ടോമാറ്റിക് VDI. ഓക്കെ. മിഡിൽ ഓപ്ഷനാണ്. 2019 വാഹനം. എത്ര ഓടിപ്പോ? 50,000 കിലോമീറ്റർ ഓട്ടം. 50,000 എന്ന് പറയുമ്പോൾ 3 വർഷം കൊണ്ട് നോർമലാണ്. ഡീസൽ വണ്ടിയെ സംബന്ധിച്ച് സർവീസും കഴിഞ്ഞിട്ടുണ്ട് വണ്ടി. കമ്പനി തന്നെ അല്ല? ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർ. ഓക്കെ. മൈലേജ് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഘടകം. 20 അബോവ് തന്നെ പ്രതീക്ഷിക്കാലോ. കുറയാൻ ഒരു ചാൻസ് ലോക്കലിൽ തന്നെ 21.5 കാണിക്കും കിട്ടുന്നുണ്ട് ലോക്കലിൽ തന്നെ. ഓക്കെ. അപ്പോൾ ഒരു ചാൻസും കാണുന്നില്ല കുറയാൻ. അങ്ങനത്തെ ഒരു വാഹനമാണ്. മിഡിൽ ഓപ്ഷനാണ് വരിക. അലോയ്സ് ഉണ്ടാവില്ല അല്ലേ? ഫുള്ളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലോയ്സ് കാര്യങ്ങളൊക്കെ മാറും. പിന്നെ ഇതിലിപ്പോൾ എന്തെങ്കിലും പണികളുണ്ടോ ചെയ്യാൻ? ഇല്ല, നിലവിൽ വർക്കൊക്കെ ചെയ്തു ഷോറൂമിൽ നിന്ന്. ബാക്കി ആക്സിഡന്റോ അങ്ങനത്തെ ഒന്നും സംഭവിച്ചില്ലല്ലോ? ഒന്നും സംഭവിച്ചില്ലല്ലോ. ഓക്കെ. ഇപ്പോൾ എത്രയാണ് നിങ്ങളുടെ? 7,50,000. 2019 സ്വിഫ്റ്റ് ഡീസലാണ്, VDI മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനം. റേറ്റ് കുറച്ച് കൊടുത്തൂടെ? റേറ്റ് 65 ഇവിടെ പറയണത്. ഇതിൽ 57,500 ആക്കിയത്. ഓക്കെ. എന്തായാലും അത് ഏകദേശം ഫൈനലാണ്. എന്തായാലും നിങ്ങൾ വന്ന് നോക്കുക. ഒരു 6.25 ലോണ് കയറുമല്ലോ എന്തായാലും? ഷുവറായിട്ട് കിട്ടുമല്ലോ. ഓക്കെ. വിറ്റാര ബ്രസ KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞോളൂ. 2017 മോഡല്. ഓക്കെ. LDI. ബേസ് ഡീസലാണ്, 17 മോഡൽ. എത്ര ഓടിയിട്ടുണ്ട്? 22,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ലോ കിലോമീറ്റർ ആണല്ലോ. 5 വർഷം കൊണ്ട് ഒരു ഡീസൽ വണ്ടി ഓടുന്ന കിലോമീറ്ററേ അല്ല. ഒരു സാധാ പെട്രോൾ വണ്ടി ഓടുന്നതിലും കുറവാണ് അല്ലേ? അതിലും കുറവാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓക്കെ. അതാ ചോദിച്ചത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. അപ്പോൾ കമ്പനി സർവീസ്, പീരിയോഡിക് സർവീസ് കറക്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? കിലോമീറ്ററിൽ മാത്രമല്ല, നമ്മൾ വെറുതെ വെക്കുകയാണെങ്കിൽ പീരിയോഡിക്കലി സർവീസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ വണ്ടിക്ക് പണി കിട്ടും. അപ്പോൾ അത് കറക്റ്റ് പോയിട്ടുണ്ട്. ഓക്കെ. എന്തായാലും വളരെ നീറ്റായിട്ടുള്ളൊരു വാഹനമാണ്. 2017 LDI ബ്രസ. എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ ഉണ്ടാവും അല്ലേ? ഓക്കെ. ബാക്കി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി വരുന്നുണ്ട്. ഓപ്ഷനാണ്. ഓപ്ഷനിൽ എയർ ബാഗ് വരുന്നുണ്ടോ? എയർ ബാഗ് ഉണ്ട്. സിംഗിൾ എയർ ബാഗ് ഉണ്ട്. പുഷ് ബട്ടൺ വരുന്നുണ്ട്. കീലെസ് എൻട്രി. ഓക്കെ. ഓക്കെ. നമുക്ക് അപ്പോൾ എത്രയായി ഇപ്പോൾ പ്രൈസ്? 7,25 കൊടുക്കാം. 7,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഓക്കെ. അതിൽ
വളരെ ലോ കിലോമീറ്റർ ആണ്, അത് തന്നെയാണ് ഹൈലൈറ്റ്. 2017 വാഹനം അല്ല, ലോ കിലോമീറ്റർ വാഹനമാണ്. പിന്നെ ലോൺ എത്ര കയറും? ഒരു 6.5 ലക്ഷം രൂപ കിട്ടും. 6. ഒരു 75,000 കണ്ടാലും ഇറക്കാം അല്ലേ. പിന്നെ ഡീസലാണ്, മൈലേജ് ഹൈലൈറ്റ് ആണ്. എത്ര കിട്ടും? 18 മൈലേജ് 18 രൂപ ഒക്കെ കിട്ടും. എന്തായാലും കിട്ടും. എന്തായാലും കിട്ടും. ഞാൻ ചിരിക്കുന്നതായിട്ട് മൈലേജ് കിട്ടത്തില്ല. 18 താഴത്തേക്ക് എന്നുള്ള ചോദിക്കുമ്പോൾ അല്ല, 18-20 കിട്ടൂല. അടുത്ത മാരുതി സുസുക്കി ഈക്കോ KL46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതിപ്പോ 2 സീറ്റേ കാണുന്നുള്ളൂ. അഴിച്ചു വെച്ചേക്കാണ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? 2020 മോഡല്, 40,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർ. ഓക്കെ, 2 വർഷം കൊണ്ട് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വാഹനം. AC അല്ലേ? AC വരുന്ന മോഡൽ. AC വരണം. ഓക്കെ, അപ്പോ കമ്പനി സർവീസ് തന്നെയാണോ ഫുള്ള്? ഫുള്ള് കമ്പനി സർവീസ്. 2020 വാറണ്ടി കഴിഞ്ഞോ? വാറണ്ടി 22 കഴിഞ്ഞിട്ടുണ്ടാവും. 2 വർഷമായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, പ്രൈസ് 4.5 ലക്ഷം. ഇത് പുതിയ എത്ര പേരുടെ കേസാണ്? ഇതിന് 590 6 പുറത്ത് വരും ഇറങ്ങുമ്പോൾ. അന്നത്തെ റേറ്റിലല്ലേ ഏകദേശം? ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. സിംഗിൾ ഓണർ. 4.5 ലക്ഷം രൂപ. 2020 മോഡലാണ്. ഈക്കോ AC വരുന്ന വാഹനം. ഒരു പണിയില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഒരു 13-15 റേഞ്ചിന് മൈലേജ് കിട്ടൂല. അതിന്റെ താഴെ ഉണ്ടാവുള്ളൂ. താഴെ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് പറ്റിയ വണ്ടിയാണ്, എന്നാലും ഫാമിലി യൂസിനും ഉപയോഗിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഒരു ഈക്കോ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? 4 ലക്ഷം കിട്ടും. 4 ലക്ഷം കിട്ടും. ഓക്കെ, 50,000 ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ ഇറക്കാം, നെഗോഷ്യബിൾ റേറ്റ്. എന്തായാലും കുറച്ച് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. അടുത്ത ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം ഹ്യുണ്ടായി i20 ആണ്. KL54 രജിസ്ട്രേഷൻ വാഹനം. 54 പൊന്നാനി, പട്ടാമ്പി, പൊന്നാനി ജില്ലകളെല്ലാം മാറിയില്ല. പരിസരത്തുള്ള വണ്ടികൾ അധികം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ? 2015 മോഡല്, പെട്രോൾ സ്പോർട്സ് ഓപ്ഷൻ അല്ലേ? ഓക്കെ, സ്പോർട്സ് എന്ന് പറയുമ്പോൾ ആസ്റ്റക്ക് താഴെ വരുന്നതാണ്. അലോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? ബാക്ക് വൈപ്പർ വരുന്നുണ്ടോ? ഇല്ല. ബാക്ക് വൈപ്പർ, ഡിഫോഗർ ഉണ്ടാവും അല്ലേ? ഡിഫോഗർ ഉണ്ട്, വൈപ്പർ വരില്ല. ഓക്കെ, കിലോമീറ്റർ എത്രയായി ഇപ്പോൾ? ഇതൊന്നുകൂടി ഉണ്ട്, 1 ലക്ഷം. പെട്രോൾ വണ്ടിയെ സംബന്ധിച്ചിട്ട് കൂടുതലാണ്. ഓക്കെ, 1 കോടി. പക്ഷെ വേറെ പണികളൊന്നും വരാനില്ല. ഒരു വർക്കുമില്ല. എഞ്ചിനൊക്കെ നല്ല സ്മൂത്ത് ആണ്. എഞ്ചിൻ വൈസ് ഒന്നും വേറെ പണികളൊന്നും കിട്ടാനൊന്നുമില്ല. ഈ 1 ലക്ഷത്തിന്റെ സർവീസ് പ്രോപ്പർ ആണോ? 1 ലക്ഷത്തിന് സർവീസ് ചെയ്യണം. അല്ല, ഇതുവരെ ഉള്ളത് 90 കറക്റ്റ് കമ്പനി തന്നെ പോയിട്ടുണ്ട്. ഓരോ 10,000-ലും ഓണർഷിപ്പ് സിംഗിൾ ഓണർ വാഹനം, സ്പോർട്സ് ഓപ്ഷൻ, പെട്രോൾ, i20 ആണ്. മൈലേജ് എനിക്ക് തോന്നുന്നു 12 മുതൽ 15 വരെ മാക്സിമം കണ്ടാൽ മതി അല്ലേ? ഓക്കെ, വേറെ പണി ഇതിലുള്ളല്ലോ? ഒന്നും മാറിയിട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, പ്രൈസ് ഇതൊരു 4.5 ലക്ഷം രൂപ കൊടുക്കാം. 2015 വാഹനം അല്ല, 4,50,000-ന് സ്പോർട്സ് ഓപ്ഷൻ i20 നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിൽ മാക്സിമം ലോൺ കയറും. 4.25 ലക്ഷം ലോൺ കിട്ടും മാക്സിമം കയറും. ഓക്കെ, 25,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയൊരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനമാണ്. നിങ്ങൾക്ക് എന്തായാലും വന്നിട്ട് ഫിസിക്കലി ഓടിച്ച് നോക്കിയിട്ട് അതേപോലെ തന്നെ കമ്പനി ഹിസ്റ്ററിയൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാം. കാരണം 1 കോടി എന്ന് പറയുമ്പോൾ പലർക്കും ഒരു പേടി ഉണ്ടാവും. പെട്രോൾ വണ്ടിയാകുമ്പോൾ വലിയൊരു പണി കിട്ടൂല. പക്ഷെ ഡീസൽ വണ്ടിക്കാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ട, അതിന്റെ വർക്കൊക്കെ എടുത്തു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട. പെട്രോളിൽ കാര്യമായിട്ട് പണി വരാനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഓടിച്ച് നോക്കിയിട്ട് തന്നെ ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാം അല്ലേ? എന്തായാലും ഓക്കെ. അടുത്തത് ടാറ്റ ടിയാഗോ ആണ്. വെറും ടിയാഗോ അല്ല, ഓട്ടോമാറ്റിക് ടിയാഗോ. KL75 രജിസ്ട്രേഷൻ. അതെവിടെയാ? തൃപ്രയാർ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞോളൂ. 2019 മോഡല്, 40,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർ. 3 വർഷം പെട്രോൾ വാഹനമാണ്, സിംഗിൾ ഓണർഷിപ്പ്. ഇത് ഓട്ടോമാറ്റിക് പറയുമ്പോൾ AMT ആണ് വരിക. നമ്മൾ മാനുവലിൻ്റെ ഏകദേശം അതേ റേഞ്ചിൽ തന്നെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. 16-17 റേഞ്ചൊക്കെ എന്തായാലും മൈലേജ് കിട്ടുമല്ലോ. ഓക്കെ, ഓപ്ഷൻ ഏതാ? XTA. ഓക്കെ, ഫുള്ളിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. XZ ആണ് ഓട്ടോമാറ്റിക്കലി ഫുള്ളെന്ന് തോന്നുന്നു. XZ പ്ലസ് ഇല്ല ഓട്ടോമാറ്റിക്കലി. അതിന് തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? എയർബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? 40 ലാസ്റ്റ് 40-ലാണോ ചെയ്തത്? ഇനി പാർട്ടി എടുക്കുന്ന പാർട്ടിക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും പണിയായിട്ട് കംപ്ലൈൻറ്റ് എന്തെങ്കിലും അറിവുണ്ടോ നിലവിൽ? ഇല്ല, അല്ല എൻക്വയറി ഉണ്ട് വണ്ടി. എൻക്വയറി ഉണ്ട് അല്ലേ ഓട്ടോമാറ്റിക്കലി? ഓക്കെ, പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. 5.5 കൊടുക്കാം. 5,50,000-ന് 2019 ഓട്ടോമാറ്റിക് ടിയാഗോ സ്വന്തമാക്കാം. ലോൺ എത്ര കയറും? 5 ലക്ഷം. 5 ലക്ഷം കയറും. എല്ലാം റൗണ്ട് ഫിഗർ കയറുന്നുണ്ട് അല്ലേ?
എല്ലാം നമ്മൾ കണ്ടത് ഓൾമോസ്റ്റ് ഒരു 50,000-60,000 രൂപയിൽ ഇറക്കാൻ പറ്റിയ ഡൗൺ പേയ്മെന്റിലുള്ള വാഹനങ്ങളാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കുന്നതാണ്. വേറെ പണികളൊന്നും ഇപ്പോൾ ഇല്ല, എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഓയിൽ സർവീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ഒരു ഗുരുവായൂർ രജിസ്ട്രേഷൻ സെലറിയോ ആണ്. എങ്ങനെയാ മോഡലൊക്കെ? 2018 മോഡൽ ZXi ഓട്ടോമാറ്റിക് ആണല്ലേ? 18 ഫുള്ളോണ്ട് തൊട്ട് താഴെ ഓട്ടോമാറ്റിക് പ്ലസ്. ZXi അന്നിറങ്ങിയ ഫുൾ ലോഡ് പ്ലസ് വരുന്നില്ല, ഓട്ടോമാറ്റിക്കലി ഇല്ലെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല, ഡൗട്ട് ഉണ്ട്. ഓക്കെ, 18 കിലോമീറ്റർ എത്തിലേക്കോ? കിലോമീറ്റർ 18,000 ഓടിയോളൂ. വെറും 18,000 4 വർഷം കൊണ്ട്. ഇത് നമ്മൾ മുന്നേ കാണിച്ചിരുന്നു വണ്ടി, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് കച്ചവടമായി, പക്ഷെ അവർക്ക് ലോൺ അത്ര പാസ്സായില്ല. ഓക്കെ, അതേ വണ്ടി തന്നെയാണല്ലോ? അതേ വണ്ടി തന്നെ. കിലോമീറ്റർ കേട്ടപ്പോൾ ഒരു ഡൗട്ടാണ്, ലോ കിലോമീറ്റർ ആയിരുന്നു ഒന്നും പറഞ്ഞത്. എന്തായാലും വേറെ പണികളൊന്നും ഇല്ലാന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് പറഞ്ഞത്. ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ലോൺ എത്ര വരെ അപ്ലൈ ചെയ്തിരുന്നവര്? അവർക്ക് 5 വേണമെന്ന് പറഞ്ഞേ. എത്ര പ്രൈസ് ഇപ്പോൾ? 5,20,000 കൊടുക്കാം. 5,20,000 5 ലക്ഷം ലോൺ വന്നത്. എന്നിട്ട് കൊടുത്തിട്ട് 4 ലക്ഷം കിട്ടി. 4 ലക്ഷം പാസ്സായി. 4 വരെ പാസ്സായി. ഓക്കെ, അപ്പോൾ 5,20,000 70,000 കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കും. 4 വരെ ഓൾറെഡി ലോൺ പാസ്സായിട്ടുണ്ട് എന്നതിൽ. പക്ഷെ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, സിവിൽ ഇഷ്യൂസ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ അത്രയും ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. അതായത് ഡൗട്ട്, നമ്മളെ വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് അത് കഴിഞ്ഞ ലാസ്റ്റിലൊരു കമന്റ് ഉണ്ടായിരുന്നു, അറിയാമോ? കറക്റ്റ് കിട്ടില്ല. ഞാൻ ഏതോ ഒരു ഷോറൂം ചെയ്തപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ്. വാടക വീട്ടിൽ താമസിക്കുന്നവർ കുറേ കമന്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് മാക്സിമം എത്ര കിട്ടും? അത്രേ കിട്ടത്തുള്ളൂ? 4 ലക്ഷം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. AMT ആണ് ഗിയർ സിസ്റ്റം വരിക. ഒരു 17 മൈലേജ് ഉണ്ടാവും, 16 കിട്ടും. മൈലേജ് ഉണ്ടല്ലോ, സാലറി അത്യാവശ്യം മൈലേജ് കിട്ടും. ഓക്കെ, നിസാൻ മൈക്ര KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ്, ഡീസലാണോ പെട്രോളോ? പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. എക്സൽ മിഡിൽ ഓപ്ഷൻ അല്ല? ഓക്കെ, സെയിം കളർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ ഓപ്ഷൻ ആയിരുന്നു. ഇത് മിഡിലാണ് വരുന്നത്. ഓക്കെ, ഇതില് ഫോട്ടോ പവർ ഉണ്ടോ അല്ലേ? ഫോട്ടോ പവർ ഉണ്ട്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. പണികളൊന്നും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഒരു വർക്കില്ല. സിംഗിൾ ഓണർ ഉണ്ട്. എത്ര ഓടി ഇപ്പോ? 69. മോഡൽ ഏതാ പറഞ്ഞ? 2016-17 രജിസ്ട്രേഷൻ. 17 രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? 69,000 ഓടിയിട്ടുണ്ട്. 17 രജിസ്ട്രേഷൻ, 5 വർഷം കൊണ്ടാണ്. പെട്രോള്, ഓട്ടോമാറ്റിക്, അത്യാവശ്യം നല്ല ഓട്ടാണല്ലോ ഓട്ടോമാറ്റിക്കലി. ഓക്കെ, മൈലേജ് എത്ര കിട്ടും? 15. ഓക്കെ, ഇതിലെ സ്മൂത്ത് ആയിരിക്കും അല്ലേ? സ്മൂത്താണ്, പുറകോട്ടൊക്കെ കിടക്കുന്ന പ്രശ്നം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. AMT പോലത്തെ. ഓക്കെ, പ്രൈസ് 490. 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ, എക്സൽ ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന മൈക്രയാണ്. 4,90,000 രൂപ. അതില് 4 ലക്ഷം വരെയൊക്കെ എന്തായാലും ലോൺ കിട്ടും. 4.5 കിട്ടോ? 4.5 ചോദിക്കാം, അവർ തരുന്നുണ്ട്. ഓക്കെ, നിലവിൽ പണികളൊന്നും ഇല്ലല്ലോ? നിലവിൽ വർക്കൊന്നുമില്ല. CVT ഗിയർ ബോക്സിന് എന്തെങ്കിലും പണി വരാൻ ചാൻസ് ഉണ്ടോ? CVT ഗിയർ സിസ്റ്റത്തിന് ഗിയർ ബോക്സിന് എന്തെങ്കിലും പണി വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, നിലവിൽ വർക്കൊന്നുമില്ല. തട്ടുമ്പോഴേക്കല്ലേ പണി വരുള്ളൂ. അല്ലാതെ കംപ്ലൈന്റ് ആയിട്ട് വരാറുണ്ടോ? കോമൺ ആയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ, സെൻട്രോ KL 55 രജിസ്ട്രേഷൻ വാഹനം. തിരൂരാണ്, മലപ്പുറം. ഇത് 2019 മോഡൽ ഓട്ടോമാറ്റിക് സെൻട്രോ. ഓട്ടോമാറ്റിക് ആണ്. ഇത് 80 ആണ് വരിക അല്ലേ? അതെ. ഓക്കെ, 19 ഇപ്പം എത്ര ഓടി? ഇത് 11,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ലോ കിലോമീറ്റർ. ഓക്കെ, 3 വർഷം കൊണ്ട് വെറും 11,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർ. ഫുൾ ഹിസ്റ്ററി ഉണ്ടാവില്ല? ഫുൾ ഹിസ്റ്ററി. പീരിയോഡിക് സർവീസ് ഒക്കെ കറക്റ്റ് പോയിട്ടുണ്ടോ? അതെ. ഓക്കെ, ഓപ്ഷൻ ഏതാ ഇതില്? സ്പോർട്സ് ആസ്റ്റ വരുന്നുണ്ട് ഇതില്? വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഓക്കെ, വേറെ പണികളൊന്നുമില്ല. മൈലേജും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും. സെൻട്രോ മൈലേജ് 15-16 കിട്ടും, ഓട്ടോമാറ്റിക് കിട്ടും അല്ലേ? പ്രൈസ് 5,50,000 രൂപ. ലോണ് 5 കിട്ടും? 5 ലക്ഷം ചോദിക്കാന്നാണോ? അല്ല, 5 ലക്ഷം നല്ല കസ്റ്റമർ ആണെങ്കിൽ കിട്ടും. നല്ല കസ്റ്റമർ ആണെങ്കിൽ 5 ലക്ഷം വരെ ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. 50,000 രൂപ ആയിട്ടാണ് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് വാഹനമാണ്. അടുത്ത വണ്ടിക്കൂടി സെലാറിയോ ആണ്. KL 8 തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ് വാഹനം. പറഞ്ഞോളൂ. 2017-18 രജിസ്ട്രേഷൻ, സെലറിയോ ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓക്കെ,
വേറൊരു സെലറി ഓട്ടോമാറ്റിക് ഉണ്ട്, നമ്മൾ കാണിച്ചിരുന്നു. ആ. 18 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എത്ര ഓടി കിലോമീറ്റർ? 24,000 കിലോമീറ്റർ. നോർമൽ കിലോമീറ്റർ ആണ്, ലോ തന്നെയാണ്, 4 വർഷം കൊണ്ട്. ഓക്കെ. VXi ആണോ? ZXi. ZXi ഫുള്ളല്ല, ഓട്ടോമാറ്റിക് ഫുൾ ലോഡ് വാഹനം. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓക്കെ. എന്തെങ്കിലും പണികളുണ്ടോ? ഒന്നുമില്ല, വർക്കൊന്നും. മൈലേജ് നമ്മൾ ഒരു 16-17 മൈലേജ് കിട്ടും. MT ആണ് ഗിയർ ബോക്സ് വരുന്നത്. ഓക്കെ. പ്രൈസ് 5 ലക്ഷത്തിന് കൊടുക്കാം. 5 ലക്ഷം രൂപ. 17 മോഡൽ, 18 രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ. 5 ലക്ഷത്തിന് ഒരു ഓട്ടോമാറ്റിക് സെലേറിയോ സ്വന്തമാക്കാം. 4.5 ലോണ് ചോദിക്കണോ അതോ കിട്ടുമോ? 4.5 കിട്ടും. ചോദിക്കണ്ട, 4.5 കിട്ടും. ഓക്കെ. 50,000 രൂപ കണ്ടാൽ ഇറക്കാൻ പറ്റിയൊരു വാഹനമാണ്. നമ്മൾ കൂടുതലും കാണിച്ചത് ലോ ഡൗൺ പേയ്മെന്റുള്ള വാഹനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പം വേറെ പണികളൊന്നും ചെയ്യാനല്ലോ? വർക്കൊന്നുമില്ല. പീരിയോഡിക് സർവീസ് ഒക്കെ കറക്റ്റ് പോയതാണ്. ഓക്കെ. അടുത്ത ഫിയറ്റ് പൂണ്ടോ ആണ്. KL8 രജിസ്ട്രേഷൻ വാഹനം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ അടുത്താണ് പൂണ്ടോ ആദ്യമായിട്ട് ഓടിച്ചത്. അടുത്ത വെച്ചാൽ കുറച്ച് കാലം എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നു. അബ്ബാര സാധനമാണ്, അബ്ബാര വണ്ടിയാണ്. ഡ്രൈവിംഗ് നമുക്കൊരു പോളോ ഒക്കെ ഓടിച്ചു പോകുന്ന അതേ ഒരു സ്പീഡിൽ തന്നെ പവറിൽ തന്നെ നമുക്ക് എടുത്തു പോകാൻ പറ്റിയ ഒരു നല്ല വെയിറ്റ് ഉണ്ട് ബോഡിക്ക്, സ്റ്റെബിലിറ്റി ഉണ്ട് വണ്ടിക്ക് അതേപോലെ തന്നെ. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2011 മോഡല്, 11 ഡീസല്, 94,000 കിലോമീറ്റർ ഓട്ടം, 3rd ഓണർഷിപ്പ്. അപ്പം നിലവിൽ വർക്കൊന്നുമില്ല. 94 അല്ലേ? മേജർ ആയിട്ടുണ്ടാവില്ല അല്ലേ? ആവാനായിട്ടായിരുന്നു, ചെയ്തിട്ടില്ല. ഓക്കെ. 11 ആണ് മോഡല്. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് മിഡിൽ ഓപ്ഷൻ. മിഡിലാണ് വരിക. മോഡൽ പവർ ഒക്കെ ഉണ്ടാവില്ല. ഓക്കെ. വേറെ പണികളൊന്നും കിട്ടിയില്ലല്ലോ? ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനത്തൊന്നുമില്ലല്ലോ? ഒന്നും കിട്ടിയില്ല. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും കേട്ടോ ഡീസലിന്. ഡീസൽ മൈലേജ് ഉണ്ട്, 18 ഒക്കെ എന്തായാലും കിട്ടുമല്ലോ? ഉണ്ട്, ഞാൻ അടിച്ചിട്ട് എണ്ണ കുറയുന്നില്ല പെട്ടെന്ന്. മൾട്ടി ജെറ്റ് എഞ്ചിൻ അല്ലേ? ഓക്കെ. അപ്പോ എത്രയായി പോയി ഇതിന്റെ പ്രൈസ്? 1,75 കൊടുക്കാം. 1,75,000 രൂപയ്ക്ക് 2011 ഫിയറ്റ് പൂണ്ടോ ഡീസൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതില് ലോൺ കിട്ടാൻ ചാൻസ് കുറവാണ് അല്ലേ? ലോൺ കിട്ടാൻ ചാൻസ് കുറവാണ്, കാരണം ഫിയറ്റ് കമ്പനി ഇല്ല, എല്ലാം അറിയാം. പക്ഷെ ഇതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, തൃശ്ശൂർ ഷോറൂം സർവീസും പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്നും പേടിക്കാനില്ല. കോമൺ ആയിട്ട് വരുന്ന എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ ഇതിന്? അറിയുന്ന കംപ്ലൈന്റ് എന്തെങ്കിലും കോമൺ ആയിട്ട് വരുന്നത്? ഓക്കെ. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. എന്തൊക്കെയാണ് കോമൺ കംപ്ലൈന്റ് ഡീസൽ വണ്ടിക്ക് വരുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. തീർച്ചയായും അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നതാണ്, എനിക്കും ഉപകാരപ്പെടുന്നതാണ്. ബ്രോസ്കാസ്റ്റിലെ കംപ്ലീറ്റ് സ്റ്റോക്കും നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടുതലും ലോ ഡൗൺ പേയ്മെൻറ്റുള്ള കാറുകളായിരുന്നു നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഏകദേശം 5 ലക്ഷത്തിൻ്റെ ആ ഒരു മുട്ടാനിങ്ങനെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണുമ്പോഴേക്കും